സുഖമാണോ? ആ. എത്ര കാലമായി മില്ല് തുടങ്ങിയിട്ടൊക്കെ? 59 തുടങ്ങുന്ന. 59 തുടങ്ങുന്നതാണ് അല്ലേ? ഒരുപാട് കാലമായി. ആ. എന്തെല്ലാം ഓർമ്മകൾ. ഹിമാലയ സമരത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഞങ്ങളിവിടെ വരുന്നത്. വന്നു കഴിഞ്ഞ് അന്ന് ഇച്ചായനൊക്കെ ഇവിടെ വന്ന് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. ഇച്ചായനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ ഒരു സ്ഥലമൊക്കെ വാങ്ങിച്ച് എൻക്രോച്ചിൻ്റെ കാശ് കൊടുത്ത് തന്നെ അത് മേടിക്കുമായിരുന്നു. അന്ന് എൻക്രോച്ചിൻ്റെ കാലമാണെങ്കിൽ എല്ലാം എൻക്രോച്ച് ചെയ്താണെന്ന് എല്ലാവരുടെയും ഒരു തോന്നൽ. എൻക്രോച്ച് എല്ലാം കാശ് കൊടുത്ത് തന്നെ മേടിക്കുമായിരുന്നു. മേടിച്ചിട്ട് ഇവിടെ ഷെഡും ഒക്കെ വെച്ച് മില്ല് തുടങ്ങാനായിട്ട് നാട്ടിൽ നിന്ന് ഓയിൽ എഞ്ചിനുമായിട്ടാണ് വരുന്നത്. ഓയിൽ എഞ്ചിനും അതിന് വേണ്ടുന്ന അനുധാരിയെല്ലാം ആയിട്ട് ഇവിടെ വന്നു. ഞങ്ങളിവിടെ ഷെഡ് വന്നു. ഒരു ദിവസം എങ്ങനെ പോയാലും 400 നെല്ല് ഒരു ദിവസം കുത്തുമായിരുന്നു. കാളവണ്ടി കണക്കിന് ആൾക്കാർ കട്ടപ്പന തൊട്ട് ഇങ്ങോട്ട്, കട്ടപ്പനയില്ല, കട്ടപ്പനയ്ക്ക് ഇങ്ങേ ചെരുവ് തൊട്ടുള്ളവർ ഇങ്ങോട്ട് തങ്കമണി വരെ. അന്ന് ഇതിനോടിടയ്ക്കുള്ള ഒരു ഏക മില്ലായത്. അന്ന് അയ്യപ്പൻകൊരി വരെ ബസ് സർവീസ് ഉള്ളൂ. ഞങ്ങൾ ലോറിക്ക് വന്നതുകൊണ്ട് കുരിക്കാട്ടുകൂടി വരെ ലോറിക്ക് കൊണ്ടുവന്ന് അവിടെ ഇറക്കുമായിരുന്നു. ഓയിൽ എഞ്ചിനാണ്. അതിൻ്റെ ഇന്ധനം എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിലാണ്. അവിടെ നിന്നിട്ട് പോത്തുവണ്ടിക്കാണ് ഉപ്പണ്ടത്തിൽ കൊണ്ടുവരുന്നത്. ഉപ്പണ്ടത്തിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് അവിടുന്ന് അതിൻ്റെ ഫിറ്ററും മില്ല് ഓടിക്കാനായിട്ട് ഒരാളും ഉണ്ട്, ഡ്രൈവറും ഉണ്ടായിരുന്നു. അത് ഒരാഴ്ച കൊണ്ടൊക്കെ കൈപ്പഴക്കാരനാണ് പിന്നെ അതിൻ്റെ ഓപ്പറേറ്റർ ഫിറ്റ് ചെയ്യുന്നത്. അത് കുത്താനുണ്ടായിരുന്ന കൊച്ചിറമ്പൻ എന്ന് പറഞ്ഞ് കൊണ്ടോടി മില്ലിലുണ്ടായിരുന്ന, തോട്ടക്കാട്ട് കൊണ്ടോടി മില്ലിലുണ്ടായിരുന്ന കൊച്ചിറമ്പൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇച്ചായനെ സഹായിക്കാനായിട്ട് വരുന്നത്. ഇച്ചായനും കൊണ്ടോടിക്കിലെ ടോമിച്ചൻ്റെ ചാച്ചനൊക്കെ ആയിട്ട് കൂട്ടുകാരായിരുന്നു. അങ്ങനെയാണ് ഇച്ചായനെ ഈ കൂട്ടത്തിൽ വിടുന്നത്. അങ്ങനെ വന്ന് ഇവിടെ വന്ന് വളരെ കാര്യമായിട്ട് എല്ലാം നടത്തി. എൻ്റെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാനും അതിനകത്ത് പങ്കാളിയാന്ന് പറഞ്ഞാൽ സഹായിക്കാൻ നിന്നു. ഇതിനിടയ്ക്ക് വന്ന എപ്പോഴേലും ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ സർവ്വപണിക്കും കൂടുമായിരുന്നു. ആ പണിയെല്ലാം നമ്മൾ സ്വായത്തമാക്കി. ആരും പഠിപ്പിച്ചില്ലേലും നമ്മൾ സ്വന്തമായിട്ട് തന്നെ പഠിച്ചു. 3 ആൺപിള്ളേരാണ്. മൂത്ത ഒരു പെങ്ങളുണ്ട്. പെങ്ങളെ കെട്ടിച്ചിരിക്കുന്ന മേലേട്ടയാണ്. കുത്തുന്ന ഉമ്മിയെല്ലാം കൂടെ ഞങ്ങളെ ഇത് നേരെ എതിർ വയസ്സ് തന്നെ ആണ്ടിൽ ഒരു ഒറ്റ കൃഷിയുള്ള ഒരു കണ്ടമാണ്, മറ്റവാ. അന്ന് കണ്ടമായിരുന്നു. ആ മറ്റത്തിലോട്ട് കൊണ്ടിടും. അവിടുന്ന് അത് കത്തിച്ചു. അപ്പം നെല്ല് കുത്തിക്കാൻ വരുന്നവർ തമാശ പറഞ്ഞ് ഉമ്മിപ്പുറത്ത് പോയിരിക്കും, ഒന്ന് കത്തിക്കും. പിന്നെ ആണ്ടിലൊരു കത്തിരി കത്തിക്കും. അത് കത്തിച്ച് കഴിഞ്ഞാൽ 5-6 മാസത്തേക്ക് ആ തീ കിടക്കും. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു അന്നത്തെ കാലത്ത്. എല്ലാവരും അവിടെ വന്നിരുന്ന് വളരെ രസമായിട്ട് ചിലർ ചീട്ട് കളിക്കും, ചിലർ ഇങ്ങനെ തമാശ. അവിടുന്ന് കൊണ്ടുവന്ന ബോർഡ്, ഇവിടെ ബോർഡ് എഴുത്തുകാരും ഇല്ല. അതുകൊണ്ട് ഇച്ചായൻ്റെ സ്വന്തത്തിൽപ്പെട്ട ഒരാൾ അവിടെ നിന്നൊരു ബോർഡ് എഴുതി കൊടുത്തു. ആ ബോർഡ് അത് പാട്ടാരാണ് എഴുതിയിരിക്കുന്നത്. മണ്ണെണ്ണപ്പാട്ട കണ്ടില്ലേ? മണ്ണെണ്ണപ്പാട്ടയിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. പാട്ട തകടാക്കി അവസ്ഥയിൽ എഴുതി വെച്ചിരിക്കുക. പക്ഷെ ഇന്നും അതിൻ്റെ പെയിൻറ്റിന് ഒരു കുഴപ്പമില്ല. അത് ഇന്നും ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുകയാണ്. സെൻറ്റ് ജോർജ് എന്നായിരുന്നു ആദ്യത്തെ പേര്. സെൻറ്റ് ജോർജ് റൈസ് ആൻഡ് ഫ്ലവർ മിൽ. ഇപ്പം അത് മകനൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ബ്രൂവല്ലാക്കി ചേന ഇവിടെ വരുന്നത്. എന്നിട്ട് അന്ന് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക. 3ാം ക്ലാസ്സിൽ ഞാൻ തോവാടയാണ് ചേരുന്നത്. 3ാം ക്ലാസ്സിൽ തോവാട ചേർന്ന് 4ാം ക്ലാസ് വരെ ഉള്ളൂ തോവാട. 3ാം ക്ലാസ് ജയിച്ച് 4ാം ക്ലാസ്സിൽ തോവാട വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ UP സ്കൂളില്ല. UP സ്കൂളിൽ വീണ്ടും ഞാൻ എന്നെ നാട്ടിൽ തോട്ടക്കാട്ട് കൊണ്ടുപോകും. പാപ്പൻ്റെ കൂട്ടത്തിൽ നിന്നാണ് പഠിക്കുന്നത്. പാപ്പൻ്റെ കൂട്ടത്തിൽ ആ വർഷം അവിടെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ UP സ്കൂൾ അനുവദിച്ചു. പിന്നെ ഞാൻ 5ാം ക്ലാസ്സിൽ ഇവിടെ വന്ന് ചേർന്നു. 6ാം ക്ലാസ്സിൽ തോവാട ക്രിസ്തുരാജ ഹൈസ്കൂളിൽ വന്ന് UP സ്കൂളിൽ വന്ന് ചേർന്നു. അവിടുന്ന് 6-7 ക്ലാസ്സിൽ അവിടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഹൈസ്കൂളില്ല ഇവിടെ. പിന്നെ കട്ടപ്പന സെൻറ്റ് ജോർജിൽ പോയി 8, 9, 10 പഠിക്കുന്നു. അവിടെ 67 ബാച്ചിലെ അത് 3ാമത്തെ ബാച്ചാണ് കട്ടപ്പനത്തെ. അവിടുന്ന് പഠിച്ച് 67 മാർച്ച് കഴിഞ്ഞ് 67, 69 കാഞ്ഞിരപ്പള്ളി SD കോളേജിൽ അവിടുത്തെ 2ാമത്തെ ബാച്ച് ഞാൻ പഠിക്കുന്നു. പഠിച്ചു കഴിഞ്ഞ് പിന്നെ പഠിത്തമൊന്നും മുന്നോട്ട് പോയില്ല. പിന്നെ ഇവിടെ വന്ന് ഇച്ചായനെ സഹായിക്കാനായിട്ട് ഇവിടെ നിന്നു. അതിനോടൊപ്പം പിന്നെ 4 എന്ന സ്ഥലത്ത് ഒരു മില്ല് ഇടുന്നു. ആ മില്ലിലെ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ നേരം കിട്ടുമ്പോഴാണ് പോകുന്നത്. ഏതാ അന്ന് കുത്താനുള്ള കുട്ടിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളി മരിച്ചുപോയി. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോകുന്നു. കുത്തും കഴിച്ച് ചിലപ്പം വെളുപ്പിനായി ഇവിടെ വരുന്നത്. വന്നിട്ട് പിന്നെയും പോകണം സ്കൂളിൽ. മിക്കവാറും ശനിയാഴ്ചയായിരിക്കും അങ്ങോട്ട് പോകുന്നത്.
പിറ്റേ വയസ്സ് ക്ലാസ് ഇല്ലല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞു 1973 കറണ്ട് കിട്ടി. അന്ന് മോട്ടറാക്കി മോട്ടർ കോയമ്പത്തൂർ പോയാൽ മേടിക്കുന്നത്. മഞ്ഞളാങ്കുന്നേ ഉദച്ചേട്ടനും ചേനും കൂടെ പോയാൽ മോട്ടർ മേടിക്കുന്നത്. ഇന്ന് തിയേറ്ററിലിരിക്കുന്നതും മറ്റേ ഓയിൽ ഇഞ്ചിനാണ്. കറണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഞങ്ങളല്ല, ഇച്ചായനും മഞ്ഞളാങ്കുന്നേ ഉദച്ചേട്ടനും കൂടെ പോയാണ് മോട്ടർ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാം ജോലിയെല്ലാം എളുപ്പമായിരുന്നു. പിന്നെ എല്ലാ ജോലിയും എളുപ്പമായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും അതിനകത്തില്ല.